ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മേരിക്കുട്ടി ടീച്ചറെ കണ്ടിറങ്ങിയ കനി ജോണിൻ്റെ അടുത്തെത്തുന്നുണ്ട്. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിയിട്ടുണ്ട്. ജോണേട്ടാ, ഞാൻ പറയായിരുന്നു നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണെന്ന്. അമ്മയ്ക്ക് വേണ്ടി ഒരു മകനും മകനു വേണ്ടി ഒരമ്മയും. അതുപോലെ മേരിക്കുട്ടി ടീച്ചർ വിജയിച്ച ഒരു ടീച്ചറും അതുപോലെ ഗംഭീരമായി വിജയിച്ച ഒരമ്മയുമാണ്. യു ആർ ലക്കി എന്ന് കനി പറയുമ്പോഴേക്കും ജോൺ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവരൊന്നിച്ചുള്ള യാത്രക്കിടയിൽ പോറ്റി റോഡിലൂടെ നടന്നു വരുന്നത് കാണുന്നുണ്ട്. പോറ്റിയെ കണ്ട് കനി, ജോണേട്ടാ ആ വരുന്നത് ആരെന്ന് നോക്കിയേ എന്ന് കനി പറയുമ്പോഴേക്കും ഇയാൾ സർവ്വവ്യാപിയാണോ, എവിടെ നോക്കിയാലും ഉണ്ടല്ലോ എന്ന് ജോണും. ഏതായാലും കണ്ട സ്ഥിതിക്ക് യാത്ര പറഞ്ഞേക്കാം എന്ന് കനിയും പറയുന്നുണ്ട്. ജോൺ പോറ്റിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് വണ്ടി നിർത്തുമ്പോഴേക്കും പോറ്റിയും തുള്ളിക്കളിച്ചുകൊണ്ട് ഇതെന്താ കൊല്ലം വരുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കനി ബുള്ളറ്റിൽ നിന്നിറങ്ങി പോറ്റിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും പോറ്റി തന്റെ നീളം കുട അവളുടെ നേരെ ചൂണ്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ട് കനിയും, ദേ അമ്മാവാ, അഭ്യാസമൊന്നും എടുക്കണ്ട, അടിക്കാനൊന്നുമല്ല, യാത്ര പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ എന്ത് യാത്ര എന്ന് അമ്പരപ്പോടെ പോറ്റിയും. ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു എന്ന് കനി പറയുമ്പോൾ നല്ല കാര്യം, ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് പോറ്റിയും. അതെങ്ങനെ രക്ഷപ്പെടും, അമ്മാവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് കനി ചോദിക്കുമ്പോൾ ഇനി അമേരിക്ക മുടിയുമെന്ന് പോറ്റിയും. ദേ കൂടുതൽ ഡയലോഗൊന്നും വേണ്ട, ജോണേട്ടന്റെ കൈയുടെ പവർ അറിയാലോ, മറ്റുള്ളവരുടെ ജീവിതമൊക്കെ തുലച്ച് കുത്തിത്തിരിപ്പുമൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വേണം എന്ന് കനി പറയുമ്പോഴേക്കും ജോണിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ പോറ്റിയും അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. അയാൾ പോകുമ്പോൾ അവരും അവരുടെ യാത്ര തുടരുന്നുണ്ട്. പിന്നീട് എയർപോർട്ടിനടുത്ത് എത്താറാവുമ്പോഴേക്കും കനി ജോണിനോട് ബുള്ളറ്റ് നിർത്താനായി പറയുന്നുണ്ട്. അതെന്തു പറ്റി, എയർപോർട്ട് എത്താറായി എന്ന് ജോൺ പറയുമ്പോൾ കനി ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവിടെ പോയി എനിക്ക് ഇമോഷണൽ ആവാനൊന്നും വയ്യ, ഇവിടുന്ന് ഞാനൊരു ടാക്സി പിടിച്ചോളാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവൾ തന്റെ ബുള്ളറ്റിന്റെ ചാവി ഊരിയെടുത്തുകൊണ്ട് ഈ ബുള്ളറ്റ് എന്റെ ജീവനാ, ജോണേട്ടൻ അറിയാലോ, ഇനി ഇത് ജോണേട്ടൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞവൾ ആ ചാവി ജോണിന്റെ നേരെ നീട്ടുമ്പോഴേക്കും ജോണും ഒരു നിമിഷം ടെൻഷനോടെ അവളെ നോക്കിക്കൊണ്ട് ആ ചാവി കൈനീട്ടി വാങ്ങുന്നുണ്ട്. ജോണേട്ടനും വീണയും കൂടി ബുള്ളറ്റിൽ പോകുന്നൊരു വിഷ്വല് എന്റെ ഡ്രീമാ എന്നവൾ ടെൻഷനോടെ പറയുമ്പോഴേക്കും കനി എന്ന് ജോണും ടെൻഷനോടെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കെ കനിയും ഒരു നിമിഷം ജോണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി ഞാനെത്തുമ്പോൾ വളരെ സാധാരണക്കാരായിട്ട് നമുക്ക് പെരുമാറണം, എനിക്കുറപ്പുണ്ട്, അങ്ങനെ എനിക്ക് മാറണം, അതിനായി യാത്ര എന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബൈ ജോണേട്ടാ എന്ന് പറഞ്ഞവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ശരിയെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. പിന്നീട് അവൾ സങ്കടത്തോടെ കരഞ്ഞ് ഒരു ടാക്സി കയറി പോകുമ്പോഴേക്കും ഈ ബുള്ളറ്റ് എന്റെ ജീവനാ, ജോണേട്ടൻ അറിയാലോ, നീ ഇത് ജോണേട്ടൻ സൂക്ഷിക്കണം എന്നവൾ പറയുന്നത് ടെൻഷനോടെ ഓർത്തോണ്ട് ജോണും ആ ബുള്ളറ്റ് ഓടിച്ചു പോകുന്നുണ്ട്. ആ യാത്രക്കിടയിൽ അവരൊന്നിച്ചുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം ജോണിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അവിടെ മാധവത്തിൽ ടീച്ചറമ്മയും വീണയും കനി പോയ ടെൻഷനിൽ വിഷമത്തോടെ ഇരിക്കുക. കനിക്കുട്ടി പോയപ്പോൾ വീടങ്ങ് ഉറങ്ങിയതുപോലെയായി എന്ന് അമ്മ പറയുമ്പോൾ സത്യമാ അമ്മ, അവൾ ഉണ്ടായിരുന്നപ്പോൾ ഒരോളമായിരുന്നു, വെറുതെ എപ്പോഴും എന്തേലും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വീണയും പറയുന്നുണ്ട്. കനിയുടെ ബുള്ളറ്റ് ജോണിന് കൊടുത്തെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അവൾ അങ്ങനെ ഒട്ടും കൊടുക്കാൻ സാധ്യതയില്ലാത്തതാണല്ലോ, ബുള്ളറ്റ് അവൾക്ക് ഏറ്റവും അടുത്ത ആരെയെ പോലെ അല്ലായിരുന്നോ എന്ന് വീണ ചോദിക്കുമ്പോൾ അത് സത്യം, പോയപ്പോൾ മേരിയും കയറി കണ്ടിട്ടാ പോയത്, മേരിക്ക് ശരിക്കും ഫീൽ ചെയ്തു, അവൾ എന്നോട് പറഞ്ഞു. കൃഷ്ണചന്ദ്രൻ സാറും വലിയ വിഷമമായിട്ട് വിളിച്ചു, സാറ് കനിയുമായിട്ട് വല്ലാതെ അങ്ങ് അറ്റാച്ച്ഡ് ആയി, അതാ വിഷമം എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അവളിനി അവിടെ നിന്നിങ്ങോട്ട് വരാതിരിക്കോ എന്ന് വീണ ടെൻഷനോടെ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ തോന്നാമെന്ന് ടീച്ചറമ്മയും. അറിയില്ല, എനിക്കെന്തോ അങ്ങനെ തോന്നി എന്ന് വീണ പറയുമ്പോൾ ഞാൻ വിളിച്ച എപ്പോഴായാലും വരും കനിക്കുട്ടി എന്ന് ടീച്ചറമ്മ ചിരിയോടെ പറയുമ്പോഴേക്കും അത് സത്യമാ, അമ്മ വിളിച്ച അവൾ എവിടെ നിന്നായാലും വരും എന്ന് വീണയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോഴാണ് വീണയുടെ മൊബൈലിലേക്ക് കല്ലുവിന്റെ കോൾ വരുന്നത്. അവൾ അതെടുത്തോണ്ട് കല്ലൂസേ, വിഷ്ണുവേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടടി എന്ന് ചോദിക്കുന്നുണ്ട്. കാലിന് വേദനയുണ്ട്, അമ്മ കുഞ്ഞിയെയും അമ്മാമ്മയെയും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ കാരണം ഇതൊക്കെ പറ്റിയെന്നും പറഞ്ഞ് എന്ന് കല്ല് പറയുമ്പോൾ രാധേച്ചിയുടെ പുന്നാര അച്ഛനല്ലേ വെടിവെച്ചത് എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. അതറിയാത്തോണ്ടല്ലോ, നിങ്ങളെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു ചാൻസും കളയാൻ പാടില്ലല്ലോ എന്ന് കല്ലുവും പറയുന്നുണ്ട്. അതെ എന്ന് വീണ സമ്മതിക്കുമ്പോൾ അമ്മാമ്മ എവിടെയെന്ന് കല്ല് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയുണ്ട് കല്ലൂസേ, എല്ലാം കേൾക്കുവാ എന്ന് അമ്മാമ്മ പറയുമ്പോൾ ഞാൻ കനിക്കുഞ്ഞെ വിളിച്ചോന്ന് അറിയാനാ വിളിച്ചതെന്ന് കല്ലുവും പറയുന്നുണ്ട്. എത്തിയിട്ടുണ്ടാവില്ല, വിളിച്ചാ ഞാൻ വിളിക്കാട്ടോ എന്ന് അമ്മാമ്മ പറയുമ്പോൾ കനിക്കുഞ്ഞ എന്നെയും പേഴ്സണലായി വന്ന് കണ്ടിരുന്നു എന്നവൾ പറയുന്നത് കേട്ട് ആണോ എന്ന് അമ്പരപ്പോടെ വീണയും ചോദിക്കുന്നുണ്ട്. അതെ എന്നും ചില സീക്രട്ടിന്റെ കീയൊക്കെ എനിക്ക് തന്നിട്ടാ കുഞ്ഞ് പോയതെന്നും കല്ല് പറയുമ്പോൾ അതെന്ത് സീക്രട്ട് എന്ന് വീണയും. സീക്രട്ട് അല്ലേ, അത് പറയാൻ പാടില്ലല്ലോ എന്ന് കല്ല് ചോദിക്കുമ്പോൾ നിന്റെ സീക്രട്ടും കീയും എല്ലാം എന്റെ കൈ കിട്ടും എന്ന് വീണ പറയുമ്പോഴേക്കും
അമ്മ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് കല്ലുവും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. ടീച്ചറമ്മ അപ്പോഴേക്കും ടെൻഷനോടെ വീണയോടായി പറയുന്നുണ്ട്, ചുറ്റും കാനിയുള്ളതുപോലൊരു ഫീൽ എന്ന്. ശരി അമ്മേ, മിക്കവാറും അവൾ എത്താൻ പുലർച്ചെയാവും. പിന്നീട് അടുത്തെത്തിയ അപ്പൊ തന്നെ വിളിക്കുമെന്ന് വീണയും പറയുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോഴേക്കും അവരൊന്നിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. വീണയുടെ കല്യാണത്തിന് കനി തനിക്ക് സദ്യയുമായി വന്നതും അവരൊന്നിച്ച് ആഹാരം കഴിക്കുന്നതും ചിറമ്മയെ ആസയിത്താത്തയായി രൂപം മാറ്റി പുറത്തെല്ലാം കൊണ്ടുപോയി കാഴ്ചകളെല്ലാം കാണിക്കുന്നതുമെല്ലാം. പിന്നീട് ഡിസ്ചാർജായി വീട്ടിലെത്തിയ വിഷ്ണു കട്ടിലിൽ കിടക്കുമ്പോഴേക്കും അരികെ തന്നെ കല്ലുവും കാവയും ഇരിപ്പുണ്ട്. വിഷ്ണുവിൻ്റെ അമ്മ അവർക്കെല്ലാം ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ്റെ ഫ്രൂട്ട്സ് എല്ലാം ഇവളാണല്ലോ മൊത്തം തട്ടുന്നതെന്ന് കാവ്യയെ ചൂണ്ടി കല്ല് പറയുന്നുണ്ട്. അച്ഛൻ അത് കഴിക്കാൻ വേണ്ടി ഒരു കമ്പനി കൊടുത്തതാണെന്ന് കാവ്യയും. കമ്പനിക്കാരിയുടെ കഴിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് കല്ലുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും രാധ മഹേഷിനെയും കൊണ്ട് ആ റൂമിലേക്ക് എത്തുന്നുണ്ട്. മഹേഷിനെ കണ്ട് ദേ മാമൻ വന്നെന്ന് കല്ല് പറയുമ്പോഴേക്കും കാവ്യയും മാമാന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. മഹേഷ് വിഷ്ണുവിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും മാമൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാതെയാണോ അച്ഛനെ കാണാൻ വരുന്നതെന്ന് കാവ്യയും ചോദിക്കുന്നുണ്ട്. കാവ്യെ മിണ്ടാതിരിക്കെ, നിന്റെ വർത്താനം കുറച്ച് കൂടുന്നുണ്ടെന്ന് രാധയും അവളെ വഴക്കു പറയുന്നുണ്ട്. മഹേഷ് അപ്പോഴേക്കും വിഷ്ണുവിന്റെ മുറിവിൽ തൊടാനായി പോകുമ്പോഴേക്കും വിഷ്ണു അവനെ തടഞ്ഞുകൊണ്ട് എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. വലിയ മുറിവാണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അല്ല, ബുള്ളറ്റ് കയറിയതല്ലേ അളിയ, ഒരു ചെറിയ മുറിവാണെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ സമ്മാനം എന്തായാലും കൊള്ളാം, അയാളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഉടനെ അകത്താവും അയാള് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതിനിപ്പോ അളിയൻ പുറത്തല്ലേ, അച്ഛനെ അകത്താക്കാൻ ആദ്യം അളിയൻ സസ്പെൻഷൻ മാറി അകത്തോട്ട് പോണ്ടേ എന്ന് മഹേഷും പുച്ഛത്തോടെ ചോദിക്കുമ്പോഴേക്കും എല്ലാം കൂടി ചെറുതല്ല അയാൾക്ക് വരാൻ പോകുന്ന പണികൾ, പോലീസുകാരനെ വെടിവെച്ച കേസ് എവിടെ പോകുമെന്ന എന്ന് വിഷ്ണുവും ഓർമ്മിപ്പിക്കുമ്പോൾ അളിയൻ സസ്പെൻഷനിലായോണ്ട് അച്ഛന് കിട്ടുന്ന ശിക്ഷയെ സർവീസിലുള്ള അത്രയും ഭീകരമായിരിക്കില്ലല്ലോ അല്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല അയാൾക്ക് വരാൻ പോകുന്ന പണികൾ ജയിലിടിഞ്ഞാലും ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇതുപോലെ അമ്മ പറഞ്ഞത് എന്തോ കേട്ട് ഇപ്പൊ അടിച്ചിടാന്നും പറഞ്ഞു പോയതാ, വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് രാധയും അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പാട്ട വയലിലെ ലൈസൻസ് റിന്യൂ ചെയ്യുന്ന തോക്കാ തീർന്നു, ഇനി അയാൾക്ക് ലൈസൻസ് ഒരിക്കലും കിട്ടില്ല. അവിടെ വലിയ വട്ടപ്പേരുമിട്ട് നടക്കുകയല്ലേ തുപ്പാക്കി മോഹൻ, ഇനി ജീവിതത്തിൽ ഒരു കളിത്തോക്ക് പോലും കിട്ടില്ല എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കല്ലേ, ഡോക്ടർ ഇന്നലെയും പറഞ്ഞതാ പ്രഷർ കൂടി നിൽക്കുവാണെന്ന് എന്ന് രാധയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ടെൻഷൻ വന്നാലും പ്രഷർ കൂടും ചേച്ചി എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ആ ഫ്രൂട്ട്സിന്റെ പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് അപ്പോൾ ആളിയാ ഈ ആപ്പിളും ഓറഞ്ചുമൊക്കെ പ്രഷറിന് നല്ലതാ എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു കഷ്ണം ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചുകൊണ്ട് കഴിക്കെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ നേരെ നീട്ടുന്നുണ്ട്. വിഷ്ണു അത് തട്ടി മാറ്റുമ്പോഴേക്കും ആ പ്ലേറ്റ് അവൻ്റെ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തുകൊണ്ട് അളിയെ പേടിക്കണ്ട, എന്തായാലും സ്വന്തം മോളെ അച്ഛൻ വിധവയാക്കൂല, അല്ലെങ്കിലേ ഇത് കാലിൽ കൊള്ളാനുള്ളതൊന്നുമല്ല, അതെനിക്കറിയാം എന്ന് മഹേഷ് പറയുമ്പോൾ ദേ എൻ്റെ ഒരു കാലിനെ പ്രശ്നമുള്ളൂ, മറ്റേ കാലിന് പ്രശ്നമൊന്നുമില്ല, കാലിൻ്റെ അടിയിൽ നിന്ന് കണ്ണന്തിരിവ് പറഞ്ഞാലേ ചവിട്ടി തള്ളും ഞാൻ, പറഞ്ഞേക്കാം എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് വിഷ്ണു. അത് കേൾക്കെ അവന്റെ അമ്മയും വിഷ്ണു നിനക്ക് എന്താ ഈ പ്രശ്നം, വീട്ടിൽ രോഗം അന്വേഷിച്ചു വരുന്ന ആൾക്കാരോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നുണ്ടവർ. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ, ഇവൻ എൻ്റെ സുഖവിവരം അറിയാനൊന്നും വന്നതല്ല, ഞാൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണണം, അത്രയേ ഉള്ളൂ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. വിഷ്ണുവേട്ടാ ഇങ്ങനൊന്നും പറയരുതെന്ന് രാധ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, അളിയൻ ടെൻഷൻ കൊണ്ടല്ലേ എന്നവൻ പറയുമ്പോഴേക്കും മഹേഷ് വാ എന്ന് രാധ വിളിക്കുന്നുണ്ട്. ലിയ കാലിലൊന്ന് എന്ന് പറഞ്ഞ് വീണ്ടും മഹേഷ് അവന്റെ കാലിൽ പിടിക്കാനായി തുടങ്ങുമ്പോഴേക്കും ഒന്ന് പോയി തരുമോ എന്ന് വിഷ്ണുവും ഒച്ചെടുക്കുന്നുണ്ട്. മഹേഷ് വീണ്ടും ആ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കഷ്ണങ്ങളും എടുത്തുകൊണ്ട് രാധയുടെ പുറകെ ചെല്ലുന്നുണ്ട്. രാധ മഹേഷിനെയും കൂട്ടിക്കൊണ്ട് ഡൈനിങ് ഹാളിലെത്തി എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ കാവ്യയും അവരുടെ സംസാരവും ശ്രദ്ധിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി നിൽപ്പുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്കോടി അച്ചാച്ച അച്ഛൻ്റെ മറ്റേ കാല് കൂടി വെടിവെക്കാനുള്ള പ്ലാനാ എന്ന് പറയുമ്പോഴേക്കും കാലു അവിടെ നിന്ന് എണീറ്റ് വന്ന് എടി മിണ്ടാതിരിക്കടി കാവ്യെ എന്ന് പറഞ്ഞ് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫ്രൂട്ട്സിന്റെ പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിപ്പിച്ച് ഇവിടെ മിണ്ടാതിരുന്ന് കഴിക്കെന്ന് പറയുന്നുണ്ട്. വിഷ്ണുവും സംശയത്തോടെ എന്തോ ആലോചിച്ചുകൊണ്ട് കിടപ്പുണ്ട്. പിന്നീട് ടീച്ചറമ്മയുടെ മൊബൈലിലേക്ക് ലച്ചുവിന്റെ കോൾ വരുമ്പോഴേക്കും ടീച്ചറമ്മ അതെടുത്തോണ്ട് കുഞ്ഞി ഓടിവാ, ദേ ലച്ചു വിളിക്കുന്നു, കനിയങ്ങ് എത്തിക്കാണും എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇണയും സന്തോഷത്തോടു കൂടി ഓടി വരുമ്പോഴേക്കും ലച്ചുവും കനിയും വീഡിയോ കോളിൽ വരുന്നുണ്ട്. ടീച്ചറമ്മ അവളെ കണ്ട് സന്തോഷത്തോടെ കനി മോളങ്ങ് എത്തിയോടി എന്ന് ചോദിക്കുന്നുണ്ട്. എത്തി എന്ന് അവൾ പറയുമ്പോഴേക്കും എടി കനി എങ്ങനെയുണ്ട് അമേരിക്ക എന്ന് വീണയും ചിരിയോടെ ചോദിക്കുന്നുണ്ട്. എത്തിയതല്ലേ ഉള്ളൂ, പുറത്ത് ഭയങ്കര തണുപ്പാണെന്ന് കനിയും പറയുന്നുണ്ട്. എന്നെ നിങ്ങൾ ഇതുവരെ ഒറ്റയ്ക്കല്ലേ കണ്ടോണ്ടിരുന്നത്, ഇപ്പോ ഒരു സ്ട്രെങ്ത് ആയി എന്ന് ലച്ചുവും പറയുന്നുണ്ട്. അതെ നീ ഇവിടെയുള്ള എല്ലാരെയും അമേരിക്കക്ക് കൊണ്ടുപോവോ എന്ന് സരസു ചോദിക്കുമ്പോ നോക്കട്ടെ പറ്റും പോലെ ലാസ്റ്റ് നിന്നെയും കൊണ്ടുപോകുമെന്ന് ലച്ചുവും. ചിറയൂര് വിട്ടുള്ളൊരു പരിപാടിക്കും അമ്മയെ കിട്ടില്ലെന്ന് വീണയും. കനി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എന്റെ അമ്മോ ഫ്ലൈറ്റിലിരുന്ന് ജീവിതം മടുത്തുപോയി, ഞാൻ എയർപോർട്ടിൽ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു,
അവിടുന്ന് ഞങ്ങൾ ടാക്സിക്ക് പോന്നു. അന്ന് വിളിച്ചപ്പോഴേ കുഞ്ഞ് പറഞ്ഞിട്ടില്ലായിരുന്നു വെൽക്കം കനിക്കുട്ടി ടു മൈ വേൾഡ് ടു മൈ ലൈഫ് എന്നൊക്കെ എഴുതി കുഞ്ഞ് അവിടെ വരുമെന്ന്. ഞാനത് ചുമ്മാതാണെന്നാ കരുതിയത്. സത്യമായിട്ടും കുഞ്ഞ് അങ്ങനെ എഴുതി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കനി പറയുമ്പോഴേക്കും അമ്പരപ്പോടെ ആണോ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. ഞാൻ അന്നേരം ശരിക്കും ഇമോഷണലായി പോയി എന്ന് ടെൻഷനോടെ കനി പറയുമ്പോഴേക്കും ലച്ചുവും അവളെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അത് കാണെ വീണയും അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തോണ്ട് പൊടി എന്ന് ചിരിയോടെ പറഞ്ഞ് അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ കോളിൽ മാത്രം കണ്ടൊരു സ്പേസിലെത്തിയപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ന് കനി പറയുമ്പോഴേക്കും ലച്ചുവിനിപ്പോൾ സമാധാനമായി. പക്ഷേ എൻ്റെ സമാധാനം പോയി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ആഹാ നിന്റെ കൂടെ കുഞ്ഞില്ലേടി, എനിക്കും ഒരു കൊച്ചിൻ്റെ കൂട്ട് വേണ്ടേ, നീ എല്ലാം അങ്ങ് ചാടിപ്പിടിച്ചാ എനിക്ക് പിന്നെ ആരടി എന്ന് ലച്ചു ചോദിക്കുമ്പോൾ ഓ ശരിയടി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പാ, എന്നേക്കാൾ നന്നായിട്ട് നീ കനിക്കുട്ടിയെ ടേക്ക് കെയർ ചെയ്യും എന്ന് സരസു പറയുമ്പോൾ അതൊന്നുമില്ല, സരസുവിനെ പോലെ നോക്കാൻ എനിക്ക് പാടാടി. സത്യം എടി, ലോങ് ജേണി കഴിഞ്ഞ് വന്നതല്ലേ, അവൾക്ക് നല്ല ക്ഷീണമുണ്ടാവും, ജെറ്റ് ലാക്കും കാണും. ടൈം സ്കെയിലിലെ വ്യത്യാസം കാരണം ഉറക്കം ഇവിടുത്തെ ടൈമുമായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ആവണം. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ജെറ്റ് ലാക്ക് കുറയാൻ 3 to 7 days എങ്ങനെയായാലും എടുക്കും. പിന്നെ വെതർ ഷോക്ക്, അവിടെ എന്തൊരു ചൂടാ. ആ കൊടും ചൂടിൽ നിന്ന് ഇവിടത്തെ കൊടും തണുപ്പിലേക്കല്ലേ വന്നിറങ്ങിയത്. എല്ലാം ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ ഞാനിന്ന് കണിക്കുട്ടിയെ ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വിടുവാ, ഞങ്ങൾ പിന്നെ വിളിച്ചോളാം, ഓക്കെ ബൈ എന്ന് ലച്ചു പറയുമ്പോഴേക്കും ചെറിയമ്മ ബൈ ബൈ എന്ന് കനിയും വിളിച്ചു പറയുന്നുണ്ട്. ബൈ ബൈ വിളിക്കണേ എന്ന് ചെറിയമ്മ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ഓക്കെ ഡി ബൈ എന്ന് പറഞ്ഞ് ലച്ചുവും കോൾ വയ്ക്കുന്നുണ്ട്. കോൾ വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി റെസ്റ്റ് മോഡ് കമോൺ എന്ന് പറഞ്ഞ് ലച്ചു കനിയെയും കൊണ്ട് പോകുന്നുണ്ട്. ലച്ചു കോൾ വയ്ക്കുമ്പോഴേക്കും മാധവത്തിൽ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ആരോ വന്നല്ലോടി എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ആരെന്ന് പേടിയോടെ വീണ ചോദിക്കുമ്പോഴേക്കും നോക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന വിഷ്ണുവിന്റെ അമ്മയെ കണ്ട് ആ പത്മേച്ചി എന്ന് വിളിച്ച് ടീച്ചറമ്മയും അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. വിഷ്ണുവിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, എന്തായാലും അതൊക്കെ ഉണങ്ങി വരാൻ കുറച്ച് ദിവസം പിടിക്കും. ഇതിനിടയിൽ രണ്ടും കൂടി വഴക്കു കൂടും. സരസ്വതിക്ക് അറിയാലോ, പൊതുവെ വിഷ്ണു ശാന്തന, പക്ഷേ രാധയെ കണ്ട അവൻ പിന്നെ വെളിച്ചപ്പാടാണെന്ന് അവരും പറയുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട് ഇടയ്ക്ക് ഒരു ദിവസം തുണിയന്തം എടുക്കാൻ രാധയും കൊച്ചുങ്ങളും കൂടി ഇവിടെ വന്നു. രാധയ്ക്ക് വലിയ അയവൊന്നും വന്നിട്ടില്ലെന്ന് മനസ്സിലായെന്ന്. അതെ ഉള്ളതാ, രാധയ്ക്ക് ഒരു ഉത്തരവാദിത്വവും സ്വന്തമായി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഞാൻ ഇത്ര നാളും സരസ്വതിയുടെ മകളാണെന്നുള്ള പരിഗണനയും സ്നേഹവും കൊടുത്താ നിന്നത് എന്ന് വിഷ്ണുവിന്റെ അമ്മ പറയുമ്പോൾ അയ്യോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു പരിഗണന കൊടുക്കരുത്, അത് അവളെ വഷളാക്കുന്നതെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഞാനും അത് തീരുമാനിച്ചു, അതൊന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി വന്നതാ എന്നവർ പറയുമ്പോഴേക്കും അമ്മേ ചായ എടുക്കാം, പഞ്ചസാര ഇടണമെന്ന് വീണ ചോദിക്കുന്നുണ്ട്. ചായ ഒന്നും വേണ്ട മോളെ, ഞാനിപ്പോ ഇറങ്ങും. ഞാൻ പറഞ്ഞു വന്നത് ഇനി രാധയ്ക്ക് അത്ര പരിഗണന കൊടുക്കണ്ടെന്ന് തന്നെയാ. എന്റെ മോനോട് സ്നേഹവും ബഹുമാനവും കാണിക്കാത്തവരോട് ഞാൻ അത് കാണിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നവർ ചോദിക്കുമ്പോൾ അതില്ലെന്ന് ടീച്ചറമ്മയും. പിന്നെ ഞാനൊരു യാത്ര പോവാൻ തീരുമാനിച്ചു. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് മൂകാംബികയ്ക്ക് 4-5 ദിവസമുണ്ട്. പോണ വഴിയിലെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനവും ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. രാധ വീട്ടുകാര്യങ്ങളും വിഷ്ണുവിന്റെ കാര്യങ്ങളും നോക്കട്ടെ എന്നവർ പറയുമ്പോഴേക്കും അത് നല്ലതാ ചേച്ചി, നിങ്ങൾ സമാധാനായിട്ട് പോയി അമ്മയെ തൊഴുതു വരൂ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇക്കാര്യം ആലോചിച്ചപ്പോ സരസ്വതിയോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എന്നാ ഞാൻ ഇറങ്ങാ എന്ന് പറഞ്ഞവർ എഴുന്നേൽക്കുമ്പോഴേക്കും കുഞ്ഞി അമ്മയുടെ നടക്കലിടാൻ കാണിക്ക എടുത്തോണ്ട് വാ എന്ന് ടീച്ചറമ്മ വീണയോടായി പറയുന്നുണ്ട്. അവൾ അകത്ത് പോയി കാണിക്ക എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ചേച്ചി അവിടെ ഇട്ടേക്കെന്ന് പറഞ്ഞ ടീച്ചറമ്മ അത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും നടയിലിട്ട് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞ് അവരും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് വിഷ്ണുവിന്റെ വീട്ടിൽ വിഷ്ണു അവിടെ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അരികെ തന്നെ സ്കൂളിൽ പോവാൻ റെഡിയായി കല്ലവും കാവ്യയും ഇരിപ്പുണ്ട്. അപ്പോഴാണ് അവരുടെ അമ്മ അമ്പലത്തിൽ പോവാൻ റെഡിയായി അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട് അച്ചമ്മ ഇറങ്ങിയോ എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും ഞാൻ റെഡിയായി, ബസ് ഇപ്പോൾ എത്തുമെന്ന് അവർ പറയുമ്പോഴേക്കും മൂകാംബികയെന്ന് ലഡു വാങ്ങണേ അച്ചമ്മേ എന്ന് കാവ്യയും പറയുന്നുണ്ട്. ഇവക്കെ മൂകാംബികയിലെ കുങ്കുമൊന്നും വേണ്ട, ലഡു മാത്രം മതി എന്ന് കല്ലുവും പറയുന്നുണ്ട്. കുങ്കുമത്തിന്റെ കാര്യമൊന്നും നമ്മൾ പറയണ്ട, പക്ഷേ ലഡുവിന്റെ കാര്യം പറയണം, അല്ലെങ്കിൽ മറന്നു പോകുമെന്ന് കാവ്യയും. അപ്പോഴേക്കും രാധയും അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്നാ പോയിട്ട് വരട്ടെ മക്കളെ. വിഷ്ണു വെറുതെ കിടന്ന് ടെൻഷൻ ആവല്ലേ, പലതവണ മുടങ്ങിപ്പോയിട്ടും ഇത്തവണ നിന്റെ കാര്യം വിചാരിച്ചാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് വിഷ്ണുവിനോടായി പറഞ്ഞ് രാധയുടെ അടുത്തേക്ക് ചെന്ന് മോളെ രാധേ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അവര് വിളിച്ചില്ലല്ലോ അച്ചമ്മയെന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ധൃതിക്ക് ഇറങ്ങി ഓടണ്ടല്ലോ, റോഡ് സൈഡിൽ പോയി നിൽക്കാം മോളെ എന്നവർ പറയുമ്പോഴേക്കും ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് കല്ലുവും അവരുടെ ട്രോളി ബാഗുമായി പോകുന്നുണ്ട്. പുറകെ അവരും പോകുമ്പോഴേക്കും രാധ ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന് എനിക്കറിയാം ഇത് എനിക്കിട്ടുള്ള പണിയാണെന്ന് എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വിഷ്ണുവിന്റെ വീട്ടിൽ രാധയുടെ കഷ്ടപ്പാടുകളാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.